ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമുക്ക് മാങ്ങ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലെടുക്കുക. പാലിലേക്ക് നമ്മൾ ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് പാൽ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ നല്ല പഴുത്ത മാങ്ങയാണ് എടുക്കേണ്ടത്. പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലെ ജാറിലിട്ട് കൊടുക്കുക. അതിന് ആവശ്യത്തിലുള്ള പഞ്ചസാരയും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ മാങ്ങയുടെ പൾപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് പാലിൻ്റെ മിക്സ് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം സോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം തേച്ച് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് പാലിൻ്റെ മിക്സ് കൊണ്ട് നല്ലോണം സോക്ക് ചെയ്യുക. എന്നിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലോണം ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ മാങ്ങയുടെ ഒരു പൾപ്പില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഈ ഒരു ഡിസൈൻ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് ഒരു 5-6 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.